നമസ്കാരം. CPM മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിക്ക് ഇന്ന് വാരാന്ത പതിപ്പില്ല. സാങ്കേതിക കാരണങ്ങളാൽ വാരാന്ത പതിപ്പ് ഇറക്കാൻ സാധിക്കില്ല എന്ന് പത്രത്തിൻ്റെ 3-ാം പേജിൽ നൽകിയിരിക്കുന്ന, ആരും കാണാതെ ഒരു ചെറിയ കോളത്തിൽ നൽകിയിരിക്കുന്ന ഒരു അറിയിപ്പിൽ പറയുന്നുണ്ട്. എന്താണ് ദേശാഭിമാനിക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് വാരാന്ത പതിപ്പില്ലാത്തത്? ആദ്യമേ പറയട്ടെ, ഇന്നത്തെ വാരാന്ത പതിപ്പിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് വീണ്ടും മുഴങ്ങുന്നു ആ കടലിരമ്പം എന്ന പേരിൽ KV സുധാകരൻ VS അച്യുതാനന്ദനെ കുറിച്ച് എഴുതിയ ഒരു അനുസ്മരണ കുറിപ്പായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നു KV സുധാകരൻ. അപ്പോൾ അദ്ദേഹത്തോട് ദേശാഭിമാനി മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടാണ് ആ ലേഖനം നൽകിയത്. ആ ലേഖനമാണ് ഇന്നത്തെ പത്രത്തിൻ്റെ ഹൈലൈറ്റ്. CPM സംസ്ഥാന സമിതിയുടെ തീരുമാനമായിരുന്നു VSനെ കുറിച്ച് ഉചിതമായ ഒരു അനുസ്മരണം അദ്ദേഹത്തിൻ്റെ 3-ാം ചരമവാർഷിക വേളയിൽ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. പക്ഷേ അച്ചടിച്ച കോപ്പികൾ മുഴുവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കോപ്പികൾ പുറത്ത് ഇറക്കണ്ട എന്ന് ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൻ്റെ എഡിറ്ററായിട്ടുള്ള KR അജയൻ പറഞ്ഞു എന്നാണ് മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒരു തലക്കെട്ടാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നു. കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു നാടക നിരൂപണം ഈ വാരാന്ത പതിപ്പിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ആ ഒരു തലക്കെട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലർക്കത് കൊള്ളുന്നു എന്നുള്ളതാവാം ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം മറുനാടന് കിട്ടിയ വിവരം അനുസരിച്ച് പുല്ലമ്പാറ എന്ന സ്ഥലത്ത് നാടക ക്യാമ്പ്, റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങാൻ വേണ്ടി തൻ്റെ ഭൂമി വിട്ടുകൊടുത്ത വിജയൻ എന്ന് പറയുന്ന കലാകാരൻ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഈ കള്ളൻ വിജയൻ എന്ന പേരിൽ വന്നത് എന്ന് പറയുന്നു. എന്തുകൊണ്ട് അതിന് അങ്ങനെ ഒരു തലക്കെട്ട് വന്നു എന്നുള്ളതാണ് ചോദ്യം. ഇത് ഒരു നാടക നിരൂപണമായി ആകാം. നമുക്കറിയാം, കള്ളൻ പവിത്രൻ എന്ന് പറഞ്ഞ് പത്മരാജൻ്റെ ഒരു കഥയുണ്ട്. ആ കഥ പിന്നീട് സിനിമയായി. നെടുമുടി വേണു അതിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. അതേപോലെ കള്ളൻ വിജയൻ എന്നൊരു പേര് വരുന്നു. VS അച്യുതാനന്ദൻ്റെ ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുന്ന അതേ അവസരത്തിൽ തന്നെ കള്ളൻ വിജയൻ എന്നുള്ള ഒരു പേര് വന്നത് പിണറായി വിജയന് ഉദ്ദേശിച്ച് ആകും എന്ന് വായനക്കാർ കരുതിയാകുമോ ഇനി ഈ വാരാന്ത പതിപ്പ് തടഞ്ഞു വെച്ചത് എന്നൊരു സംശയവും ഇല്ലാതില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ പുല്ലമ്പാറയിലുള്ള വിജയൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഈ 50ഓളം കലാകാരന്മാർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി, ഈ നാടക സമിതികൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി തൻ്റെ ഭൂമി വിട്ടുകൊടുക്കുകയും അവിടെ ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നാടകം എന്ന കലയോട് വളരെയധികം ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന, സ്നേഹം പ്രകടിപ്പിക്കുന്ന, അഗാധമായ ഒരു ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ തലക്കെട്ട് അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥ കാരണം പുറത്തു വരുന്നതേ ഉള്ളൂ. പക്ഷേ എന്താണെങ്കിലും ഈ വാരാന്ത പതിപ്പ് ഇന്ന് വിതരണം ചെയ്യാതിരിക്കുന്നതിനെ തുടർന്ന് ദേശാഭിമാനിക്കുള്ളിൽ തന്നെ വലിയ അമർഷം ഉണ്ടായിട്ടുണ്ട്. സമീപ ഭാവിയിലൊക്കെയായിട്ട് ദേശാഭിമാനി വളരെയധികം പുലിവാൽ പിടിക്കുന്നുണ്ട്, വളരെയധികം വിവാദങ്ങളിൽ ചെന്നുചാടുന്നുണ്ട്. ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ശ്രീ പുത്തലത്ത് ദിനേശനാണ്. 1-ാം പിണറായി സർക്കാരിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പുത്തലത്ത് ദിനേശൻ. ഈ പുത്തലത്ത് ദിനേശനെ പുകച്ചു പുറത്തുചാടിച്ച് ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള കളികളാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നു. എന്താണെങ്കിലും ഇന്നത്തെ ആ ലേഖനം വളരെ വൈകാരികമായ ലേഖനമായിരുന്നു അത് എന്നാണ് പറയുന്നത്. അതായത് KV സുധാകരൻ എഴുതിയ, VSനെ അനുസ്മരിച്ചെഴുതിയ ആത്മകഥാംശമുള്ള ഒരു ലേഖനം. വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന ഒരു ലേഖനമായിരുന്നു വീണ്ടും മുഴങ്ങുന്നു ആ കടലിരമ്പം എന്നുള്ളത്. എന്താണെങ്കിലും അത് ഈ ഒരു പേരിൽ, അത് മാത്രമല്ല ഈ പത്രത്തിൽ അരാഷ്ട്രീയ വാദം സംബന്ധിച്ചിട്ടുള്ള ലേഖനം കടന്നുകൂടി എന്നൊരു കാരണം കൂടി പറയുന്നുണ്ട്. ഇതിനൊന്നും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇതുവരെ ദേശാഭിമാനി മാനേജ്മെൻറ്റ് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ, ദേശാഭിമാനിക്ക് ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ലക്ഷ്യമിട്ടിരിക്കുന്നത് പുത്തലത്ത് ദിനേശൻ എന്ന ചീഫ് എഡിറ്ററെ ആണ് എന്ന് പറയുന്നു. ചീഫ് എഡിറ്റർ MV ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും കണ്ണിലെ കരടായി മാറിയത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എന്നാണ് പുറത്തു വരുന്ന ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വിവരം. അതായത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ തോൽവിക്കുള്ള കാരണം പറഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു, അതേപോലെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം, നേതാക്കളുടെ ധാർഷ്ട്യത്തോടെ ഒരു പെരുമാറ്റം, പിന്നെ ആ ടാഗ് ലൈൻ, സുപ്രസിദ്ധമായ ആ ടാഗ് ലൈൻ, LDF അല്ലാതെ മറ്റാര് എന്ന പേരിൽ പിണറായി വിജയൻ്റെ തലയും വെച്ചുള്ള ആ ഒരു ടാഗ് ലൈൻ, ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം അതിനകത്ത് ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം ശബരിമലയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചത്, വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയും പിന്നീട് അദ്ദേഹം നടത്തിയ വർഗീയ പ്രസ്താവനകൾക്കെതിരെ ശക്തമായ പ്രതികരണം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാഞ്ഞത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു പക്ഷേ ഇത് പിണറായി വിജയൻ്റെയോ
MV ഗോവിന്ദൻ്റെയോ പേരെടുത്ത് പറഞ്ഞിരുന്നില്ല, അവരെ കുറ്റപ്പെടുത്തിയിരുന്നില്ല, നേതാക്കൾക്കെതിരെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പൊതുവെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നാട് നീളെ, അതായത് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മുകളിലേക്ക് എല്ലാ ഘടകങ്ങളിലും ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് പുത്തലത്ത് ദിനേശൻ അന്ന് പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ഇത് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും വളരെയധികം ക്ഷുഭിതരാക്കി എന്നാണ് പറയുന്ന വിവരം. ഇതേ തുടർന്ന് പുത്തലത്ത് ദിനേശനെ പാർട്ടിയുടെ ഈ ദേശാഭിമാനി പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നൊരാവശ്യം ഉയർന്നു വന്നു. പുത്തലത്ത് ദിനേശൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. ഏറ്റവും മനോഹരമായി കൊണ്ടുപോയ 5 വർഷമാണ് അന്നുണ്ടായത്. വിവാദങ്ങൾ ഏറെ ഉയർന്നെങ്കിലും, സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിവാദങ്ങൾ ഉയർന്നെങ്കിലും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൊണ്ട് പിണറായിക്ക് യാതൊരു തലവേദനയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ G സുധാകരൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ പ്രാഗൽഭ്യവും വൈദഗ്ധ്യവും അവരുടെ പ്രവർത്തനവും കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായത് എന്നാണ് G സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പുത്തലത്ത് ദിനേശൻ്റെ കാര്യവും. പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. അതിനുശേഷം രണ്ടാം പിണറായി സർക്കാർ വരുമ്പോഴാണ് പുത്തലത്തിനെ നീക്കിയിട്ട് P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുന്നത്. പിന്നീടാണ് പിണറായി വിജയൻ സർക്കാർ ഏറ്റവും അധികം പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത്. P ശശിയും ADGP ആയിരുന്ന MR അജിത് കുമാറും ചേർന്ന് നാട് നീളം നടത്തിയ നീക്കങ്ങൾ, തങ്ങളുടെ എതിരാളികളെ ജയിലിൽ അടച്ചുകൊണ്ടും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഒക്കെ കേസിൽപ്പെടുത്തിയും മൊത്തം ജനങ്ങളെ ഒന്നടങ്കം വെറുപ്പിക്കുന്ന തരത്തിലേക്ക്, പിണറായി വിജയൻ്റെ ഇമേജ് തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചതും അവരായിരുന്നു. നമുക്കറിയാം, സമീപ ഭാവിയിൽ ദേശാഭിമാനി വന്ന ചില വാർത്തകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ അദാനിയുടെ ഓഹരികളിൽ 49% നിക്ഷേപം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC നടത്താൻ പോകുന്നു. ഇത് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞ് 1-ാം പേജിൽ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രമാണ് ദേശാഭിമാനി. എന്നാൽ ആ വാർത്ത ഇറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ പിണറായി വിജയൻ തന്നെ ഇത് നിഷേധിക്കുകയുണ്ടായി. അപ്പോഴാണ് പിന്നീട് പുറത്തു വരുന്നത് ഇവിടെ നിക്ഷേപം വരുന്നു എന്നുള്ള തരത്തിലുള്ള ആദ്യ വാർത്തകൾ ചിലത് ദേശാഭിമാനിയിലാണ് വന്നിരുന്നത്. ആ വാർത്തകൾ ചൂണ്ടിക്കാട്ടി VD സതീശൻ തന്നെ പത്രസമ്മേളനത്തിൽ CPM-ന്റെ നയങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി. ഇങ്ങനെ ദേശാഭിമാനിക്ക് പറ്റിയ ചില മിസ്റ്റേക്കുകൾ, ഇത്തരം മിസ്റ്റേക്കുകൾ ഒന്നും തന്നെ മനഃപൂർവ്വമായിരുന്നില്ല, ഇത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പുത്തലത്ത് ദിനേശനെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില നീക്കങ്ങൾ നടക്കുന്നതെന്ന് പറയുന്നു. എന്താണെങ്കിലും വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. VS അനുസ്മരണം ഉൾപ്പെട്ട വാരാന്ത പതിപ്പ് പിൻവലിച്ചു എന്നുള്ളതാണ് അത് പറയേണ്ടത്. അവിടെ ആ ഗ്രൂപ്പിസം വീണ്ടും തലവെക്കുന്നു. VS-ന്റെ അനുസ്മരണം മുക്കാൻ വേണ്ടിയാണ് ഈ വാരാന്ത്യ പതിപ്പ് പിൻവലിച്ചിരിക്കുന്നത് എന്നൊരു ആരോപണം ഒരു വഴി കൂടി ഉയരുന്നു. അതല്ല, കള്ളൻ വിജയൻ എന്നുള്ളത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടിട്ടുള്ള തലക്കെട്ടാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതൊന്നുമല്ല സത്യം. പുല്ലമ്പാറയിലെ വിജയൻ എന്ന് പറയുന്ന നാടക കലാകാരൻ്റെ കുറിച്ചുള്ള ആർട്ടിക്കിളിന് അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിൽ തലക്കെട്ടിട്ടു. അത് പോരാഞ്ഞിട്ട് അരാഷ്ട്രീയവാദപരമായ ലേഖനങ്ങൾ ഇതിനുള്ളിൽ തിരികെ കയറ്റി എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും ഭരണം മാറിയതിന് പിന്നാലെ ദേശാഭിമാനിക്കുള്ളിൽ അമർഷം പുകയുകയാണ്. ദേശാഭിമാനിക്ക് എന്ത് ചെയ്യണം, യാതൊരു ലക്കൽ ലഗാനുമില്ലാത്ത ഒരു പോക്കാണ് ഇപ്പോൾ ഈ പത്രം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ ഒക്കെ അടിച്ചിരുത്താൻ ഭരണപക്ഷം ദേശാഭിമാനി വാർത്തയാണ് ചൂണ്ടിക്കാണിക്കുന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിലെ തോൽവി, വളരെ കനത്ത തോൽവിയാണല്ലോ CPM-നുണ്ടായത്. അതിനുശേഷം ആ തോൽവിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതിനിടയിലാണ് പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷമായിട്ടുള്ള എതിർപ്പ് അണികളിൽ നിന്നുണ്ടാകുന്നത്. എന്നാൽ ആ എതിർപ്പിനെ മറികടന്ന് പിണറായി വിജയൻ തൻ്റെ പതിവ് ശൈലിയിൽ എതിർപ്പുകളെ അടിച്ചമർത്തി മുന്നോട്ട് പോകുന്നു. അപ്പോൾ പോലും തീർത്തും അടിച്ചമർത്താൻ പറ്റാത്ത തരത്തിലുള്ള എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അങ്ങനെ ഉയർന്നു വരുന്ന ചില കാര്യങ്ങൾക്ക് ദേശാഭിമാനിയും പങ്കാളിയാകുന്നു എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോയിട്ട് ആ വിധത്തിൽ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് ദിനേശൻ പുത്തലത്തിനെ നീക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കും.